ഉഷാറിലെല്ലാവരും അല്ലേ? അൽഹംദുലില്ലാഹ്. അള്ളാനെ ദിക്ർ ചെയ്യാനിരിക്കുകയാണ് അല്ലേ? ഇനി വരുന്നൊരു മാസം വസന്തവുമായി വരുന്ന മാസമാണ്. ഏതാണ് ആ വസന്തം? സയ്യിദുനാ റസൂലുള്ളാഹ്. റമദാൻ വരുമ്പോൾ നമ്മൾ വല്ലാതെ റമദാനിനെ പ്രതീക്ഷിച്ച് വീടുകളിൽ മാറ്റം വരുത്തുന്നതിനേക്കാൾ ഉപരി ആ റമദാൻ പോലും നമുക്ക് ലഭിക്കാൻ കാരണക്കാരായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മാസം വരുമ്പോൾ നമ്മുടെ കൽബ് ഭംഗിയാകണം. വീട് ഭംഗിയാകുന്നതിലേറെ വീടും പരിസരമൊക്കെ ഭംഗിയാകുന്നതോടൊപ്പം കൽബില് മഹബ്ബത്തുർ റസൂൽ. ഔഖഫ്തുൽ അമറ അലൈഹി ബിമദീഹിൻ ബൈന യദൈഹി ഫവ്വൽതുൽ അമറ ഇലൈഹി ഫഖ്തർ ലി റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി ഒന്നുകൂടെ കൽബിന്ന് വരട്ടെ. കൽബിന്ന് വരുന്നുണ്ടോ? എണ്ണ സുഹേലെ ഉഷാറായിട്ട് വരട്ടെ. ومدحت بطيبة طه ودعوت بطه الله أن يحشرني أواها بلواء رسول الله صلى الله على محمد. لا ووقفت على الأعتاب وبكيت له بالباب وبصفح دون عتاب قد جاد رسول الله صلى الله محمد. سلام وهناك أموت وأحيا والروح بطه تحيا فأكاد أناجل وأحيا في روض رسول الله صلى الله على محمد. الله صلى الله على محمد. لا وهناك طرحت فؤادي وهناك حلت أورادي فبلغت بطه مرادي فرأيت رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله لا سلامي على طه سلامي على ياسين صلى الله سلم سلامي على الصديق سلامي على عمر صلى الله محمد. سلام سلامي على الشهيد سلامي على القرار صلى الله محمد. സലാം. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് നമ്മളെപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഈമാനുള്ളവരെ ആരെ വിളിച്ചിട്ടാ പറയണത്? മുഅ്മിനീങ്ങളെ നിങ്ങൾ റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചെയ്യണം, സലാം ചെയ്യണം. അതുകൊണ്ടാണ് മുസ്ലിം പേരുള്ള എല്ലാവർക്കും സ്വലാത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തത്, സ്വലാത്ത് ചൊല്ലാൻ പറ്റാത്തത്. കാരണം ഈ കൽപ്പന ശിരസാ വഹിക്കാൻ പറ്റുന്ന ഒരേ വിഭാഗത്തിന് മാത്രമാണ്, അത് മുഅ്മിനീങ്ങളാ. റസൂലുള്ളാഹിനെ സ്വന്തത്തേക്കാൾ ഇഷ്ക് വെക്കുന്നവരാ. അങ്ങനെയുള്ളവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കേ മനസ്സിലാകാൻ പറ്റൂ റസൂലുള്ളാഹിനെ.
അവർക്കേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനല്ലേ? എൻ്റെ വാപ്പാനെ മനസ്സിലാക്കാൻ അയലോക്കത്തുള്ള ആർക്ക് പറ്റുമോ? അതെനിക്കേ പറ്റുള്ളൂ അല്ലേ? ഒരു വേള എൻ്റെ വാപ്പയെ എൻ്റെ ഉമ്മ മനസ്സിലാക്കിയത്ര ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഉണ്ടാവോ? ഇല്ല. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങളെ അത്രമേൽ ഉൾക്കൊള്ളാൻ പറ്റുന്നത് മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്, മുസ്ലിങ്ങൾക്ക് പറ്റൂല. മുസ്ലിമായ പോരാ, മുഅ്മിനാകണമെന്നാണ്. മുഅ്മിനാകണം. ഈമാൻ കുറയും കൂടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ആ ഈമാൻ കൂടുന്നവർക്കാണ് ആരെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ? റസൂലുള്ളാഹിനെ. അതാണ് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സ്വന്തത്തേക്കാൾ ആര് വലുതാണ്? സയ്യിദുനാ റസൂലുള്ളാഹ്. അങ്ങനെയുള്ളവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അന്നബിയിൽ ഉമ്മി وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. شيل الله عبد القادر والمدد يا جيلاني. باز الله أبا صالح يا صاحب البرهان. الله 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 حق الله الله الله. لو امدادك يا جيلاني نقرا جيلاني يا أنت الباز رباني أنت الغوث رباني شيخ القادر يا الله 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 الله. لو امدادك يا رفاعي نقرا رفاعي يا شيخي بالعرجة راعي احباب الصوفي يا الله 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 الله. أبو الحسن مولانا من نظرة لا تنسانا. نورك ضوى دنيانا شيخ الشاذلي يا الله 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 الله. نظرة شيخ الطريق إبراهيم الدسوقي. روح شيخي شفوقي بأنوار الغيب يا الله 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 الله. لا إله إلا أنت يا حي يا قيوم.
യാ ഹയ്യു യാ ഖയ്യൂം ഇല്ലേ? എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എന്നെന്നും നിലനിൽക്കുന്നവനും ആര് മാത്രാണ് അല്ലേ? എനിക്ക് നിലനിൽക്കാൻ കഴിവുണ്ടോ? എന്നെ നിലനിർത്തുന്നത് ആരാണ്? എന്റെ റബ്ബാണ്. ആ വൈകാരിക ബോധ്യത്തിൽ ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹയ്യു യാ ഖയ്യൂം, ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹയ്യു യാ ഖയ്യൂം, ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹയ്യു യാ ഖയ്യൂം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി لا ارتكبت على الخطا غير حسر وعدد لك أشكو فيه يا سيدي خير النبي. حسبي ربي جل الله നൂർ മുഹമ്മദ് സല്ലല്ലാഹു ഹഖ് ഇലാഹി അൽഹിർ ഇലാ ളാഹിരി സുൽത്താന ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇലാഹി അൽഹിർ ഇലാ ളാഹിരി സുൽത്താന ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇലാഹി അൽഹിർ ഇലാ ളാഹിരി സുൽത്താന ലാ ഇലാഹ ഇല്ലല്ലാഹ്. വഹഖിഖ് ബാത്തിനി بحقائق لا إله إلا الله. وحقق باطني بحقائق لا إله إلا الله. وحقق باطني بحقائق لا إله إلا الله. واستغرق فيك ظاهري سلطان لا إله إلا الله. يا أكرم الخلق ما لمن ألوذ به سواك عند حلول الحديث العميم. الله 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 الله. يا رب سيدنا خير الورى سندا حصل مقاصدنا ذا الجود والكرم. الله 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 الله. يا ربي بالمصطفى وعليه الشرفاء فمن
لنا بشفاء ذا الجود والكرم الله 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 الله. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ജുമയിൽ നമ്മൾ പറഞ്ഞൊരു സംഗതിയുണ്ട്. ഒരു ചെറിയ ഭാഗം പറഞ്ഞു അല്ലേ? അതായത് മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം എന്താണ്? വ്യത്യസ്ത ഈമാനുകളുണ്ട്. തസ്ലീമിന്റെ ഈമാനുണ്ട്, തഹ്ഖീഖിന്റെ ഈമാനുണ്ട്, അങ്ങനെ കുറേ തരം ഈമാനുകളുണ്ട്. ഇബ്നു അറബി തങ്ങൾ മനോഹരമായി വിശദീകരിക്കുന്നത് കാണാം. അടിസ്ഥാനപരമായി മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ ഒരു സംഗതി തിരിച്ചറിയലാണ്. എന്താണ്? എൻ്റെ റബ്ബ് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയലാണ്. ചിലപ്പോഴൊക്കെ നമ്മളെ ഈ ഒരു സംഗതിയിൽ നിന്ന് ഇങ്ങനെ സ്കിഡായി പോകുന്നുണ്ട്. സ്കിഡായി പോണത് നമ്മൾ സ്വയം അങ്ങോട്ട് പോവല്ലോ, പിന്നെ നമ്മൾ അറിയാതെ ഇല്ലേ? ഇപ്പൊ നമ്മൾ ദേഷ്യം കയറി വരികയാണ്, പിന്നെ പിടിച്ചാൽ കിട്ടൂല അല്ലേ? അങ്ങനെയല്ലേ? ഏതൊരു സംഗതി അങ്ങനെയല്ലേ? മൻ ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. അല്ലാഹു പറയാ, എൻ്റെ മാർഗത്തിൽ നിങ്ങൾ ഇച്ചിരി കഷ്ടപ്പെട്ടാൽ മതി, പിന്നെ ഞാൻ കൊണ്ടുപോയിക്കോളാം. എൻ്റെ മാർഗത്തിൽ നിങ്ങളൊന്ന് കഷ്ടപ്പെട്ടാൽ മതി, പിന്നെ ഞാൻ കൊണ്ടുപോയിക്കോളാം. പിന്നെ അവിടുന്ന് സ്കിഡായി പോലാണ്. അപ്പൊ നമ്മൾ ആദ്യം അറിയേണ്ട ഒരു സംഗതി, എൻ്റെ റബ്ബ് എന്നെ പറയടോ സ്നേഹിക്കുന്നുണ്ട്. ഈ യുക്തിപരമായി തന്നെ നമുക്ക് ഇല്ലേ തെളിയിക്കാൻ പറ്റിയ സംഗതിയാണ്. ഇപ്പൊ നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ആയത്തിൽ കുറിച്ച് ഓതാറുണ്ടല്ലേ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം. ഉറക്കില്ല അല്ലാഹ്ക്ക്, തൂങ്ങി ഉറക്കില്ല. പിന്നെന്താ അവൻ ചെയ്യുന്നത്? ഉറക്കവും തൂങ്ങി ഉറക്കമൊന്നും ഇല്ലാണ്ട് അവന്റെ പണി എന്താ? നമ്മളെ നോക്കിക്കൊണ്ടിരിക്കലാണ്. അതിലൊരു പ്രണയത്തിന്റെ വൈകാരികതയിൽ ആ ആയത്ത് ഓതണം. അല്ലാതെ ഭീഷണിയാണ് പലപ്പോഴും നമ്മൾ. ഞാൻ ഉറക്കൂല്ല, തൂങ്ങി ഉറക്കൂല്ലാണ്ട് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല. റബ്ബത്രത്തോളം കാരുണ്യത്തോടെ ആ റബ്ബിന്റെ നോട്ടം അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ശ്വസിക്കാൻ പറ്റും? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, പറ്റുമോ? അന്തരീക്ഷം മുഴുവൻ ഓക്സിജൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വലിച്ചെടുത്ത് ശ്വസിക്കാൻ പറ്റുമോ? എന്റെ ഉള്ളിൽ നടക്കുന്ന ദഹന പ്രക്രിയ ഞാൻ അറിയുന്നുണ്ടോ? ദുരിതൻ അവിടെ പണിയെടുക്കുന്നുണ്ടല്ലോ. ഇതൊരു കൂലിപ്പണിയോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് പണിയാണോ? ആണോ? കൂലിപ്പണിക്കാരന് 24 മണിക്കൂർ ഇങ്ങനെ തുടർച്ചയായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? അയാൾക്കുറങ്ങണ്ടേ? കോൺട്രാക്ട് പണിക്കാരനാണെങ്കിൽ കുറച്ച് കളയുമ്പോൾ അയാൾക്ക് കോൺട്രാക്ട് തീരുമ്പോൾ അല്ല അങ്ങനെയാണോ? അങ്ങനെ നിർത്തിക്കളഞ്ഞാൽ നമ്മൾ ഇവിടെ ഉണ്ടോ? അപ്പൊ പിന്നെ ഏതാണ് ആ ഒരു ഘടകം? അള്ളാഹിനെ കൊണ്ട് ഈ പണിയൊക്കെ എടുപ്പിക്കണ ഘടകം ഏതാണ്? മക്കളെ, അള്ളാഹ്ക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടാണ്. ആ ഘടകാണത്. അവൻ എന്തിനീ പണിയൊക്കെ എടുക്കണേ? നിരന്തരം നമ്മളെ ശ്വസിപ്പിക്കുന്നു, നമ്മളെ കാണിച്ചു തരുന്നു അല്ലേ? നമ്മളെ ഉറക്കുന്നു, എഴുന്നേൽപ്പിക്കുന്നു, ഭക്ഷണം കഴിപ്പിക്കുന്നു, മലവിസർജ്യം പോലും കഴുകിത്തരുന്നു അല്ലേ? ഇതൊക്കെ പടച്ചോൻ ചെയ്യിപ്പിക്കുകയാണ്. ഇതിന്റെ ഒരു സംഗതി എന്താണ്? എൻ്റെ റബ്ബിന് എന്നെ ഭയങ്കര ഇഷ്ടാണ്. ഇത്രയേ ഉള്ളൂ അതില്. ഉമ്മയുടെ ഒരു ബന്ധത്തെ നമ്മളിങ്ങനെ വിശദീകരിച്ചില്ലേ? ഉമ്മാക്ക് എന്തുകൊണ്ടാണ് മക്കളൊരു ഭാരമാകാത്തത്? ഉമ്മാക്ക് ഭാരമായിരുന്നുവെങ്കിൽ മക്കൾക്ക് നല്ല നിലയിൽ വളരാൻ പറ്റുമായിരുന്നോ? എന്താണ് ഭാരമാകാത്ത? എന്തുകൊണ്ടാ? സ്നേഹമുള്ളതുകൊണ്ടാണ് അല്ലെ? ചെറിയ കുട്ടി ഇവിടെ ഒന്ന് കാഷ്ടിച്ചു വെക്കും, അതൊന്ന് തുടച്ചു കഴിയുമ്പോഴത്തേക്ക് അവിടെ, അത് കഴിയുമ്പോഴത്തേക്ക് അപ്പുറത്ത് അല്ലേ? എന്നാൽ അപ്പുറത്തെ വീട്ടിലെ കുട്ടി വന്നിട്ട് ഇതേപോലെ കാണിച്ചാൽ ഉമ്മ സഹിക്കോ? ഇറങ്ങിപ്പോണെന്റെ കുട്ടി എന്ന് പറയും അല്ലേ? ഈ കുട്ടിയോട് ഇതെല്ലാം കൂടെ വൈകുന്നേരമായിട്ട് മൊത്തത്തിലാണോ ഉമ്മ ക്ലീൻ ചെയ്യണത്? അല്ല, ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് നടക്കാൻ. ആ ഉമ്മാക്ക് എന്നിട്ട് മടുപ്പും വെറുപ്പും തോന്നുന്നുണ്ടോ കുട്ടിയോട്? ഉണ്ടോ? എന്തേ കാരണം? മോനെ, ഉമ്മാക്ക് നിന്നെ അത്ര ഇഷ്ടാണ് നിന്റെ ഉമ്മാക്ക്. ആ സ്നേഹമെന്ന വികാരമാണ് ഉമ്മയിലൂടെ നമുക്ക് പ്രതിഫലിക്കുന്നത്. ആ സ്നേഹമില്ലായിരുന്നുവെങ്കിൽ പടച്ചോ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നോ? ഉറക്കമില്ല, തൂങ്ങിയുറക്കം പോലുമില്ലാതെ നിന്നെ നോക്കിയിരിക്കുന്ന നിന്റെ റബ്ബായ അല്ലാഹ്. ഓ, ഇത്ര
മനോഹരമാണ് ആ തലം. പടച്ചോൻ പലതരത്തിൽ നമ്മൾ അറിയിച്ചു തരാൻ വേണ്ടിയിട്ട് ആയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. അലം നജ്അൽ ലഹു ഐനൈൻ, നമ്മളെങ്ങനെ വായിക്കത്? കണ്ണ് രണ്ട് ഞാൻ തന്നില്ലടാ, അങ്ങനല്ല, ഞാൻ രണ്ട് കണ്ണ് തന്നില്ലേ നിങ്ങൾക്ക് കാണാൻ. ആ മോഡുലേഷനിൽ വായിക്കണം. ആരായിന് അങ്ങനെ വായിക്കണത്? മോനെ, നിന്നെ എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ട് നിനക്ക് ഞാൻ രണ്ട് കണ്ണ് തന്നില്ലേ, നിനക്ക് ഞാൻ നാവ് തന്നില്ലേ, നിനക്ക് രണ്ട് മനോഹരമായ ചുണ്ടുകൾ തന്നില്ലേ, എന്നിട്ട് നീ എന്നെ ഓർക്കാതെ, എന്നെ ദിക്ർ ചെയ്യാതെ, എന്നെ കാണാതെ ഹറാമൊക്കെ കാണല് മോശല്ലേ? എന്നെ പോലെ നിന്നെ സ്നേഹിക്കുന്നത് ആരാ ഇവിടെ? അന്റെ ചോദ്യമാണത്. അലം നജ്അൽ ലഹു ഐനൈൻ. സുബ്ഹാനക യാ റബ്ബ്. ആ സ്നേഹം, അതാണ് തസ്ലീമിന്റെ ഈമാൻ എന്ന് പറയുന്ന സംഗതി. അതാണ് ആ തിരിച്ചറിവുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഒരു തെന്നിപ്പോക്കുണ്ട്. അതിനാണ് ഈ ബുത്തൂലിയത്ത് എന്നൊക്കെ പറയാം. അത് വിശദമായിട്ട് പഠിക്കേണ്ട സംഗതിയാണ്. ബുത്തൂലിയത്തിന്റെ ഈമാൻ എന്നൊക്കെ പറയും. ബുത്തൂലിയത്ത്. അപ്പോ അതല്ല, മൻ ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. എന്റെ മാർഗത്തിൽ നിങ്ങളൊന്ന് കഷ്ടപ്പെട്ട് എന്നെ തിരിച്ചറിഞ്ഞാല് നിങ്ങളെ ഞാനങ്ങ് കൊണ്ടുപോകും. അതൊരു വൈകാരികമായി നടക്കുന്ന സംഗതിയാണ്. അപ്പൊ ആ ബോധ്യത്തിലാണ് ദിക്റൊക്കെ ചൊല്ലേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലോകത്തെല്ലാം ദിക്ർ ചെയ്യാൻ, അല്ലേ? യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശഭൂമിയും അതിലകത്തുള്ളത് മുഴുവൻ ദിക്റിലാണ്. നമ്മൾ മാത്രമാണ് ഇങ്ങനെ നടക്കണത്, അല്ലേ? മരത്തടി പോലും ദിക്റിലാണ്, ജീവനില്ലാത്ത കല്ലുകൾ പോലും ദിക്റിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം സുബഹിക്ക് വിശദീകരിച്ച ഒരു ഹദീസ് ഉണ്ട്. റസൂലുള്ളാഹിനെ കണ്ടപ്പോ സലാം പറഞ്ഞ കല്ല്. അങ്ങനെയാണെങ്കിൽ എല്ലാ കല്ലുകളും നമ്മൾ അറിയുന്നില്ല, ദിക്റിലാണ്, ദിക്റിലാണ്. ആ കല്ലിന്റെ ഒരു വില പോലും നമുക്ക് വേണ്ടേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. വലഖദ് കറംന ബനി ആദം. ആദം മക്കളെയൊക്കെ നാം ഭയങ്കര ബഹുമാനിച്ചു എന്നാണ്. ആ ബഹുമാനത്തിന്റെ ഒരു ഏറ്റവും വലിയ അടയാളാണ് നിനക്കുള്ള ഫിംഗർ പ്രിന്റ് മറ്റൊരാൾക്കുമില്ല, ഇല്ലേ? അതായത് നമ്മൾ പറഞ്ഞില്ല എന്ന്, അതായത് പടച്ചോന്റെ കസ്റ്റമൈസേഷൻ ആണ് നമ്മൾ. പടച്ചോന് വേണമെങ്കിൽ ഒരാളെ പടച്ചിട്ട് എല്ലാ മനുഷ്യരെ അതുപോലെ കോപ്പി എടുക്കായിരുന്നു. അങ്ങനെയാണോ പടച്ചോൻ ചെയ്തത്? അല്ല. സുഹൈലിന് ഒരു ഫിംഗർ പ്രിന്റ് ആണ്, മോന് വേറെ ഫിംഗർ പ്രിന്റ് ആണ്, ഇല്ലേ? വ്യത്യസ്തമാണ്. എന്താ അതിന്റെ അർത്ഥം? നീ പടച്ചോന്റെ കസ്റ്റമൈസേഷൻ ആണ്. പടച്ചോൻ നിന്നെ എല്ലാവരെ പോലെ ഒരാളെന്നല്ല, ഓരോരുത്തരെയും പടച്ചോൻ ഇങ്ങനെ നോക്കി നോക്കി അവന്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയതാണ്. കസ്റ്റമൈഡ് പ്രോഡക്റ്റ് ആണ് നമ്മളെല്ലാവരും. കസ്റ്റം മെയ്ഡാണ്. അള്ളാന്റെതാണ് ഞാൻ എന്ന തിരിച്ചറിവാണ് നമ്മുടെ ഈ ഫിംഗർ പ്രിന്റ് പോലും നമുക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ ആരുടേതാണ്? ഇവനല്ലാതെ നമ്മൾ ആരും സ്നേഹിക്കണ്ട്? നമ്മൾ പറയും. നമ്മളെല്ലാം ഭീഷണിയുടെ സ്വരത്തിലാണ് ഖുർആൻ മുഴുവൻ ഓതുക. ആ ഭയം പോലും പ്രണയത്തിൽ അധിഷ്ഠിതമാണ്. എന്റെ റബ്ബിന്റെ മുമ്പിൽ പോയി ഞാൻ എങ്ങനെ നിൽക്കുമെന്ന ഭയം. ഒരു നാണം ഉണ്ടാവില്ല നമുക്ക് ഈ തെറ്റും തോന്നിയാസമൊക്കെ ചെയ്തിട്ട്, അല്ലേ? ഒറ്റപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ നമ്മുടെ ഈ ഫിംഗർ പ്രിന്റിലേക്ക് നോക്കിയാൽ മതി. കസ്റ്റം മെയ്ഡാണ് ഞാൻ. എന്നെ എൻ്റെ റബ്ബ് അവന്റെ ഇഷ്ടത്തിനുണ്ടാക്കിയതാണ്. എന്നെപ്പോലെ ഈ ദുനിയാവില് വേറൊരാളുമില്ല. കാരണം ഞാൻ അവൻ അത്രമേൽ സ്പെഷ്യലാണ്. സുബ്ഹാനക യാ റബ്ബ്. ആ ബോധ്യത്തിലാണ് ദിക്റുകൾ ചൊല്ലേണ്ടത്. എനിക്കാരേയുള്ളൂ? എൻ്റെ റബ്ബേ ഉള്ളൂ. അതാണ് നമ്മൾ നേരിട്ട് ഖുർആൻ പഠിച്ചാലുള്ള വിഷയവും അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങളിലൂടെ ഖുർആൻ പഠിച്ചാലും തമ്മിലുള്ള വ്യത്യാസമാണത്. നമ്മൾ നേരിട്ട് പഠിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ എഴുതി വെച്ച് എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ട് നമ്മൾ ഖുർആൻ എന്ന് തെറ്റിദ്ധരിച്ച് പഠിക്കണത്. എന്നാൽ അള്ളാനെ അറിഞ്ഞ മഹാരഥന്മാരിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ യഥാർത്ഥ റബ്ബിനെ കണ്ടെത്താൻ പറ്റും. യഥാർത്ഥ റബ്ബിനെ. അള്ളാഹു അവനെ ആസ്വദിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പൊ ആ ബോധ്യത്തിൽ എനിക്കെന്റെ റബ്ബേയുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാതെ എനിക്ക് ആരുമില്ല, എനിക്കൊന്നുമില്ല, അല്ലേ? ആ ബോധ്യത്തിൽ ഒരു 100 ദിക്ർ മനസ്സറിഞ്ഞ് ജദ്ദിദൂ ഈമാനകും വനവ്വിറൂ ഖുലൂബകും വസയ്യിനൂ അൽസിനതകും വലഖിനൂ മൗതാകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ
لا إله إلا الله 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 لا إله لا إله إلا الله 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 لا لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله بحق لا إله إلا الله بحق لا إله إلا الله بحق لا إله إلا الله أحمد الله الولي صلى على خير النبي باسم خير منجلي يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله الله توبة طالبت منك يا شفيع المذنبين ثوب طهر عن سواك سيدي خير النبي لا إله لا إله إلا الله لا إله إلا الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا خير النبي لا إله إلا الله لا إله إلا الله اللهم طهر قلوبنا മനസ്സറിഞ്ഞ് എപ്പോഴും പറയുന്ന പോലെ അല്ലേ, പടച്ചോനെ ഞങ്ങളുടെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണേ അൻ ഗൈരിക്, നീയല്ലാത്തതിൽ നിന്നൊക്കെ. എൻ്റെ കൽബില് നീ ഉണ്ടാകണം പടച്ചോനെ. നിന്നിലേക്ക് നയിക്കുന്ന മാധ്യമങ്ങളാണ് എൻ്റെ കൽബിൽ ഉണ്ടാകേണ്ടത്. നിന്നിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന ഒന്നും എൻ്റെ കൽബിൽ ഉണ്ടാകാൻ പാടില്ല അല്ലേ. വനവ്വിർ ഖുലൂബന ബിന്നൂരി മഅരിഫത്തിക്, എൻ്റെ ഹൃദയം ഇങ്ങനെ പ്രകാശത്താൽ നിറയണം നിന്റെ മഅരിഫത്തിന്റെ നൂറ് കൊണ്ട്. അതായത് അള്ളാനെ അറിയാന്ന് പറഞ്ഞാൽ തന്നെ പ്രകാശാണ്. ആ പ്രകാശം കൽബിലുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് ടെൻഷൻ ഇല്ലല്ലോ അല്ലേ, ടെൻഷൻ ഇല്ലല്ലോ. തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയൂ എന്ന് പറയുമ്പോഴും ഇബ്രാഹിം നബി ചിരിച്ചുകൊണ്ട് നിന്നത് എന്തുകൊണ്ടാണ്? ഹസ്ബി അല്ലാഹ്, എൻ്റെ കൂടെ ആരുണ്ട്. മുമ്പിൽ അത്ര വലിയ ചെങ്കടലുണ്ടായപ്പോഴും ഫിറഔൻ ലക്ഷക്കണക്കിന് പടയാളികളുമായിട്ട് പിന്നാലെ വന്നപ്പോഴും മൂസാ നബി ഭയപ്പെടാതിരുന്നത് എന്തുകൊണ്ടാ? ഇന്ന മഈ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. ഇതാണ് ഹൃദയത്തിന്റെ പ്രകാശം എന്ന് പറയുന്നത്. അത് അവന്റെ ഔദാര്യമായി നമുക്ക് ലഭിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ തുഹിർ ഖുലൂബനാ അൻ ഗൈരിക് വനവ്വിർ ഖുലൂബനാ ബിനൂരി മഅരിഫതിക് ബിഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم طهر قلوبنا عن غيرك ونور قلوبنا بنور معرفتك بحق لا إله إلا الله محمد رسول الله صلى الله عليه وسلم. ثم ارضى عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي على حبيبك
سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കുമാറാകട്ടെ. ഇപ്പം നമ്മുടെ വഹബി ഉസ്താദൊക്കെ രമത്തുകാരനായല്ലോ, അപ്പം എന്തായാലും പറയണം. ഇന്നലെ മരണപ്പെട്ട ഉമ്മയുടെ ഖബർ ജീവിതം സന്തോഷത്തിലാകാനും മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ചീരണി നൽകിയിട്ടുണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ. ആ മാതാവിൻ്റെ ബർസഖ് സന്തോഷത്തിലാക്കി തീർക്കുമാറാകട്ടെ. കുടുംബങ്ങൾക്ക്, പ്രത്യേകിച്ച് അവരുടെ സന്താനങ്ങൾക്ക് അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാപ്പയുടെ അസുഖം ശിഫയാകുന്നതിനും മരണപ്പെട്ട സഹോദരന് വേണ്ടിയും കുടുംബത്തിൽ ബറക്കത്തുണ്ടാകുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ അല്ലാഹു റബ്ബുൽ ആലമീൻ ആജിലും കാമിലുമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തിൽ അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസിനസ്സിൽ ബറക്കത്തുണ്ടാകാനും മരണപ്പെട്ട ബാപ്പയുടെ മഗ്ഫിറത്തിന് വേണ്ടിയും കുടുംബത്തിൽ ഐശ്വര്യവും ബറക്കത്തുണ്ടാകുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ 500 രൂപ അള്ളാഹു മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. കുടുംബത്തിൽ അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ. അതുപോലെ എല്ലാ മാസവും 1017 രൂപ നൽകുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവരുടെ ജോലിയിൽ ബറക്കത്ത് നൽകുമാറാകട്ടെ. കുടുംബത്തിൽ അള്ളാഹു ഹൈർ നൽകുമാറാകട്ടെ. സന്താനങ്ങളെ സ്വാലിഹീങ്ങളിൽ പെടുത്തുമാറാകട്ടെ. അവരുടെ വാഹനങ്ങളിലും മറ്റു മേഖലകളിലും എല്ലാവിധ അഭിവൃദ്ധിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഭക്ഷണം പാചകം ചെയ്യുന്നതിനും അത് പാക്ക് ചെയ്യാനൊക്കെ നിന്ന ഒരുപാട് കുഞ്ഞു മക്കളടക്കമുള്ള ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ കമ്മിറ്റിക്കാരാകട്ടെ, നാട്ടുകാരാകട്ടെ, ചെറിയ മക്കളടക്കം അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് നൽകുമാറാകട്ടെ. ആ പൊന്നുമക്കൾക്ക് അള്ളാഹു ശോഭനമായ ഭാവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ദിക്ർ ഹൽക്കയിലേക്ക് 500 രൂപ അള്ളാഹു ഉദ്ദേശങ്ങളെല്ലാം പൂർത്തീകരിക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയ ഭർത്താവിനും കാരണവന്മാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, മകൻ്റെ ടെൻഷൻ മാറാനും ആയുസ്സും ആരോഗ്യത്തിനും ജോലിയിലെ പ്രശ്നങ്ങൾ മാറി എല്ലാം ഹൈറാക്കി കൊടുക്കാനും ദുആ ചെയ്യണമെന്ന് 500 രൂപ പള്ളിയിലേക്ക് ദിക്റിലേക്ക് ഹദിയ നൽകിയിട്ടുണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ. എല്ലാ ടെൻഷനുകളും മാറി റാഹത്തായ ജീവിതം നൽകി അദ്ദേഹത്തെയും നമ്മയും അനുഗ്രഹിക്കുമാറാകട്ടെ. ടെൻഷൻ മാറാനുള്ള ദിക്ർ എന്താണ്? ലാ ഇലാഹ, അല്ലാതെ എനിക്ക് ആരുമില്ല, എനിക്ക് വാപ്പായും ഉമ്മായും ആരുമില്ല. അങ്ങനെയല്ലേ? ഭൗതികമായ സാഹചര്യങ്ങളിലേക്ക് നോക്കിയിട്ടാണ്. എൻ്റെ കൂടെ റബ്ബുണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ അവന് ടെൻഷൻ ഉണ്ടോ? ഉണ്ടാക്കിയെടുക്കാനാണ് പാട്. നമ്മൾ ഈ കഥയൊക്കെ പറയും, ഹസ്ബി അള്ളയൊക്കെ നമ്മൾ 1000 തവണയും 1,00,000 തവണയൊക്കെ ചൊല്ലും. വല്ല ഗുണം ഉണ്ടായിട്ടുണ്ടോ? ഏതുപോലെയാ? ബിരിയാണി 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 എന്ന് 1,00,000 തവണ ഞാൻ പറഞ്ഞാൽ ബിരിയാണിയുടെ ടേസ്റ്റ് എനിക്ക് കിട്ടുമോ? ഞാൻ അത് തിന്നണം, കഴിക്കണം. ഹസ്ബി അള്ള കഴിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിക്കണം. ഇറങ്ങണ്ടേ വായിലോട്ട്? അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 3 സ്വലാത്തിലേക്ക് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർറാഹിമായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ചവനെ, നിന്റെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതും അദ്കാറുകൾ തഹ്ലീലുകൾ ചൊല്ലിയതും നിന്റെ ഹബീബായ സർവറെ ആലം സർക്കാരെ ദു ആലം നൂറേ മുജസ്സം മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ ചൊല്ലിയതും എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ ഔലിയാഇന്റെ മനാഖിബുകൾ പറഞ്ഞതിന്റെ ബറക്കത്ത് കൊണ്ട് അവരുടെ ഹുളൂർ കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ,
ടെൻഷൻ ഫ്രീ ആയ ഖൽബ് നൽകണേ അല്ലാ. ഈ ഖൽബിന്റെ കണ്ണുകൊണ്ട് നിന്നെ ആസ്വദിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. സമാധാനത്തോടെ കിടന്നുറങ്ങാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാ. പടച്ചവനെ ഐക്യം നിലനിർത്തണേ അല്ലാ. ഞങ്ങളെ തന്നെയും ഞങ്ങളുടെ ഇണകളെയും സന്താനങ്ങളെയും നന്നാക്കണേ അല്ലാ. ലഹരിക്കടിമയായി പോകുന്നവരിൽ നിന്ന് കാവലേകണേ അല്ലാ. മാതാപിതാക്കളോട് അദബുള്ള മക്കളാക്കണേ അല്ലാ. സന്താനങ്ങളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, പടച്ചവനെ അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ലാ. പടച്ചവനെ ഒരുപാട് കുഞ്ഞുമക്കളടക്കമുള്ള സദസ്സാണ്, അവരുടെ പഠനങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ശോഭനമായ ഭാവി നൽകണേ അല്ലാ. എക്സാമുകളിൽ ഉന്നത വിജയം നൽകണേ അല്ലാ. പടച്ചവനെ ദീനിനും ദുനിയാവിനും ഒരുപോലെ ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. യാ റബ്ബന, ഞങ്ങളിൽ ഒരുപാട് അസുഖബാധിതരുണ്ട്, ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലുകളിലാണ്. പരിപൂർണ ശിഫ നൽകണേ അല്ലാ. ആജിലായ ശമനം നൽകണേ അല്ലാ. പടച്ചവനെ സദസ്സിൽ ഒരുപാട് മഹബത്ത് വെച്ചുകൊണ്ട് ഓടി വന്നതാണ്. സദസ്സിൽ വന്നിരിക്കാൻ പോലും ആരോഗ്യമില്ലാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലും സഹോദരിമാരുടെ കൂട്ടത്തിലുമുണ്ട്. യാ റബ്ബന, നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. നിന്നോടുള്ള മഹബത്ത് നിമിത്തമോടിയെത്തിയവരാണ്, ആ മഹബത്ത് നീ കാണണേ അല്ലാ. പ്രയാസങ്ങളെല്ലാം ദൂരീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ലാ. സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഈ ഖബർസ്ഥാനിൽ അന്തിയുറങ്ങുന്ന സത്യവിശ്വാസികൾ ആരെല്ലാം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ടോ അവരിൽ നിന്ന് വിട പറഞ്ഞ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. മർഹമത്ത് നൽകണേ അല്ലാ. ഖബറിടം പ്രകാശപൂരിതമാക്കണേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണേ അല്ലാ. നിന്റെ ഹബീബിന്റെ പൂവദനം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഷഹാദത്ത് ഉച്ചരിച്ചുകൊണ്ട് പുഞ്ചിരിച്ച് ലോകത്ത് നിന്ന് വിട പറയാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ. പടച്ചവനെ ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിൽ നൽകണേ അല്ലാ. നാളെ മഹ്ശറ വൻസഭയിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോൾ ആരാരും തുണയില്ലാത്ത സമയത്ത് പടച്ചവനെ ഇഖ്ലാസ് ഇല്ലാതെയാണെങ്കിലും നിന്റെ ഹബീബിനോടുള്ള അല്പം ഭാഗമുള്ള മഹബത്തിന്റെ ബറക്കത്ത് കൊണ്ടെങ്കിലും ഞങ്ങൾ ചൊല്ലിയ മൗലിദിന്റെ ഹക്ക് കൊണ്ട് യാ റബ്ബനാ നിന്റെ ഹബീബിന്റെ ശഫാഅത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിക്കണേ അല്ലാ. ഹബീബായ തങ്ങളുടെ നൂറിൽ ലയിച്ചിരിക്കാൻ, ആ നൂറിൽ ലയിച്ചിരുന്ന് നിന്നെ ആസ്വദിക്കാൻ നിന്റെ ഔദാര്യം കൊണ്ട് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഈ സദസ്സിൽ പങ്കെടുക്കുന്നവരുടെ ഖൽബിൽ എന്ത് പ്രയാസമുണ്ടെങ്കിലും ഈ സദസ്സ് പിരിയുന്നതോടെ ആ പ്രയാസങ്ങൾക്ക് നീ പരിഹാരം നൽകണേ അല്ലാ. നിന്റെ കാരുണ്യം നിമിത്തം നീ പരിഹാരം നൽകണേ അല്ലാ. ഒരുപാട് കുഞ്ഞുമക്കൾ ആമീൻ പറയുന്ന സദസ്സാണ്, നീ പരിഹാരം നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. ആമീൻ آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.